പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. വിൻ്റർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട്. സ്കൂൾ തുറന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. രാവിലെ നല്ല തണുപ്പാണ്. 5 മണിക്ക് എഴുന്നേക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നല്ല തണുപ്പാണ്, എഴുന്നേക്കാനേ തോന്നത്തില്ല. എങ്ങനെയൊക്കെയോ എഴുന്നേറ്റു. കാരണം ഒരു ബ്രേക്കും കൂടെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ എഴുന്നേക്കുന്നത്. അപ്പം അതിൻ്റെതായ മടിയൊക്കെ ഉണ്ട്. പിന്നെ രാവിലെ സ്കൂൾ ബസ്സും വരും 6:20 അടുപ്പിച്ചിട്ട്. 6:20ക്ക് മുന്നേ വരും കേട്ടോ. അപ്പം അതിന് മുന്നേ അവനുള്ളതൊക്കെ റെഡിയാക്കണം. അതിന് മുന്നേ ഞാൻ ഫ്രഷ് ആവുകയാണ്. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ പൈപ്പിൽ കൂടെ വരുന്നത്. പക്ഷെ നമ്മൾ മടി പിടിച്ചിരുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ. എല്ലാം അതിൻ്റേതായ റുട്ടീനിൽ തന്നെ പോകണം. അപ്പോൾ ദൈവത്തോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് കയറുവാണ് കിച്ചണിലോട്ട്. ദോശയാണ് കേട്ടോ രാവിലെ മോന് കൊടുക്കുന്നത്. അപ്പോൾ ദോശ അവന് ഈസിയാണ് രാവിലെ കഴിക്കാൻ. അപ്പോൾ എനിക്കൊന്ന് ഫ്രഷ് ആയാൽ ശരിയാവത്തുള്ളൂ. അപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. നല്ല ചൂടോടെ തന്നെ എനിക്കത് വേണം. അത് കുടിച്ച് കഴിഞ്ഞാൽ ശരിയാകത്തുള്ളൂ, ഒന്ന് സ്റ്റാർട്ടായി കിട്ടാൻ. പിന്നെ അവനുള്ള ദോശയ്ക്ക് പിന്നെ അതിന് കറിയെക്കാട്ട് ഇഷ്ടം ന്യൂട്ടല്ലാണ്. ഇന്ന് പിന്നെ കുറേ നാളെ ന്യൂട്ടല്ല തേച്ച് കൊടുത്തിട്ട്. അപ്പോൾ കരുതി ഇന്ന് ദോശയും ന്യൂട്ടലായിട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ അത് അവന് പ്രിപ്പയർ ചെയ്യുവാണ്. അവനിപ്പോൾ റെഡിയായിട്ട് വരും. അവനും നേരത്തെ എഴുന്നേൽക്കണം. ഞാൻ 5-ന് എഴുന്നേൽക്കുവാണെങ്കിൽ മോനൊരു 5:45 ആകുമ്പോൾ എഴുന്നേൽപ്പിക്കും. ഇപ്പോൾ അലാറം വെച്ചാൽ എഴുന്നേറ്റോളും, കുഴപ്പമില്ല. അപ്പോൾ അവനിപ്പോൾ എത്തും. അപ്പോൾ ആദ്യം അവന് കഴിക്കാനുള്ളത് പ്രിപ്പയർ ചെയ്യുവാണ്. രാവിലെ എന്തെങ്കിലും ഒന്നിങ്ങനെ കഴിപ്പിച്ചിട്ട് വിട്ടാലേ നമുക്കൊരു സമാധാനമുള്ളൂ. ഈ കഴിക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉള്ള ബ്രേക്കിന് കഴിക്കുന്നതൊക്കെ ചെറുതായിട്ടല്ലേ ഉള്ളൂ. സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും വിശന്നായിരിക്കും വരുന്നത്. അതൊരു 3 മണി കഴിയും. അപ്പോൾ ഞാൻ ചോറ് കൊടുക്കും. അപ്പോൾ കൊടുത്തു വിടാനായിട്ട് ഞാൻ സ്നാക്സ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. എഗ് സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പം ചിക്കനൊന്നും വേവിച്ചത് ഇരിപ്പില്ലായിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ എഗ് സാൻഡ്വിച്ച് അവന് ഓക്കെ ആണ്, കഴിച്ചോളും. പിന്നെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇപ്രാവശ്യം അകത്ത് വെക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ കുഴപ്പമില്ല. പിന്നെ ചീസ് ഞാൻ ഇപ്പോൾ ഇച്ചിരി പകുതി ചീസേ എടുത്തിട്ടുള്ളൂ. അധികം ചീസ് ചെല്ലുന്നതുകൊണ്ട് അതൊക്കെ ഇച്ചിരി കുറച്ചു. പിന്നെ 3 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടാണ് വെക്കുന്നത്. ഒരു സൈഡ് ചീസും മറ്റേ സൈഡ് സ്ക്രാമ്പിൾഡ് എഗ്ഗും. പിന്നെ ഈ ഒരു ഫ്രഞ്ച് സാലഡ് ഡ്രസ്സിങ് ഉണ്ടാവും, നല്ല രസമാണ് കേട്ടോ മയണൈസിനെക്കാട്ടിയും. അപ്പോൾ അതൊക്കെ വെച്ച് സാൻഡ്വിച്ചൊക്കെ റെഡിയാക്കുകയാണ്. ബസ് വരാൻ സമയമായി കേട്ടോ. ഞാൻ ചടപടേന്ന് ചെയ്യുവാണ്. കാണുമ്പം തോന്നത്തില്ല, പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഇത്രയും സമയമായെന്നുള്ളത്. പിന്നെ ലാസ്റ്റ് പടപടാന്നാണ് ഞാൻ ലഞ്ച് ബാഗൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അവന് വെള്ളമൊക്കെ എങ്ങനെയൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ UAE-ൽ വന്നപ്പോൾ ആദ്യമൊക്കെ അവൻ കുറച്ചുകൂടെ ലഞ്ചൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നു, ഫ്രൈഡ് റൈസൊക്കെ. പക്ഷേ ഇപ്പം ബാക്കി സ്റ്റുഡൻസ് ആരും കൊണ്ടുവരത്തില്ല. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇവരും കുറച്ചുകൂടെ കുറച്ചു. ഇപ്പോൾ ഇതുപോലും വേണ്ടെന്നാണ് അവൻ പറയുന്നത്. പിന്നെ ഞാൻ എൻ്റെ സമാധാനത്തിന് കൊടുത്തു വിടുന്നുണ്ട്. നീ കഴിക്കുന്നെങ്കിൽ കഴിക്കുന്നത് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്തായാലും ഇവർക്ക് വിശക്കും. അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി അവനിതാ കയറ്റി വിടുവാണ്. എൻ്റെ ബസ് ഇപ്പോൾ പോയിട്ടുണ്ട്. പോകുന്നത് ഇഷ്ടംപോലെ സ്കൂൾ ബസ്സാട്ടോ ഈ സമയത്ത് പോകുന്നത്. അങ്ങനെ രാവിലത്തെ വലിയൊരു ജോലി കഴിഞ്ഞു. ഇനി ഞാൻ അകത്ത് കയറി ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്യും. കാരണം നല്ല തണുപ്പാണല്ലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിലും അകത്തൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാനൊരു അരമണിക്കൂർ കിടക്കും. എങ്കിലും എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ശരിയാവത്തുള്ളൂ. രാവിലെ എഴുന്നേൽക്കുന്നതാണല്ലോ. രാത്രി നേരത്തെ കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഭയങ്കര മഞ്ഞ് ഫോഗായിട്ട് നിൽക്കുവാണ് ക്ലൈമറ്റൊക്കെ. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ 2-3 വർഷം മുന്നേ തോന്നുന്നു ഇങ്ങനെയൊക്കെ ഒരു തണുപ്പ് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴാണ് ഏറ്റവും നല്ല തണുപ്പ്. കണ്ടു ഫുൾ മഞ്ഞ് മൂടി കെട്ടിയിട്ടാണ് നല്ല രസമായിരുന്നു കാണാൻ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി കേട്ടോ. ആ ഒരു നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വന്നിട്ട് ഞാൻ ആകെ മുഷിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രഷ് ആവാമെന്ന് കരുതി ബെഡൊക്കെ ഒന്ന് മേക്ക് ചെയ്യണം. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. എങ്കിലും ഒന്ന് ഫ്രഷ് ആവത്തുള്ളൂ. എങ്കിലും അടുത്ത ജോലികളോട്ടൊക്കെ കിടക്കാൻ തോന്നത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്വെറ്ററൊക്കെ ഇട്ട് ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കും. അതൊക്കെ ഒന്ന് മാറാനായിട്ടാണ് ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നീറ്റായിട്ട് നമ്മൾ ക്രീമൊക്കെ ഒന്ന് പുരട്ടും. കൂടുതൽ എൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഇപ്പോൾ വിൻ്ററും കൂടെ ആയപ്പോൾ നല്ല മൊരിഞ്ഞിരിക്കുവാണ്. അപ്പോൾ സെറ്റാഫിൽ എനിക്കിപ്പോൾ രക്ഷയുള്ളൂ. വേറെ ഒന്നും എനിക്ക് പറ്റത്തില്ല. അടിപൊളി മോയ്സ്ചറൈസർ കേട്ടോ. അപ്പോൾ അതിടുമ്പോൾ നല്ല ഓക്കെ ആകും. പക്ഷെ നമ്മളിതൊക്കെ ഡെയിലി യൂസ് ചെയ്യണം. അത് ഇപ്പോഴാണ് ഞാനതൊക്കെ ശീലിച്ച് വരുന്നത്. അപ്പോൾ അതൊക്കെ നീറ്റാക്കി ക്രീമൊക്കെ ഇട്ടതിന് ശേഷം ബെഡും കൂടെ മേക്ക് ചെയ്തു. ഇപ്പം എല്ലാം ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ താഴത്തെ നിലയിലോട്ട് പോയി ബാക്കി പണികളൊക്കെ നോക്കണം. അപ്പോൾ കഴുകാനുള്ള തുണികളും കൂടെ ഞാൻ എടുത്തിട്ട് പോകും. ഇനി ഞാൻ മുകളിലോട്ട് കയറത്തില്ല ഈ അടുത്ത് ഇപ്പോഴൊന്നും. അപ്പോൾ താഴെയുള്ള തുണികളും കൂടെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അലക്കാനിടാമല്ലോ. അപ്പോൾ താഴെ വന്ന് ഞാൻ ക്ലൈമറ്റൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ, എൻ്റെ ചെടികളും. അപ്പോൾ ഈ വിൻ്റർ ആകുമ്പോൾ ഈ രാവിലെയും വൈകിട്ട് ഇറങ്ങി നോക്കുന്നേ ഉള്ളൂ കേട്ടോ. പകൽ പിന്നെ ഉച്ചയ്ക്കൊന്നും പിന്നെ ഇറങ്ങത്തില്ല. അപ്പോൾ രാവിലെ എൻ്റെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് നോക്കും. നമ്മൾ നട്ട് പിടിപ്പിച്ചതല്ലേ, അപ്പോൾ അതൊക്കെ നോക്കണ്ടേ. അത് എത്രത്തോളം വളർന്നു. ഇനി അത് നമുക്കൊന്ന് കട്ട് ചെയ്തൊക്കെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് നിറയെ ബ്രാഞ്ചസൊക്കെ വന്ന് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇപ്പം ഞാൻ നോക്കിയിട്ട് കട്ട് ചെയ്യാൻ സമയമായില്ല. ഇച്ചിരി കൂടെ വളർന്നാലേ പറ്റത്തുള്ളൂ. എങ്കിലും സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് വിട്ട് കൊടുത്ത് കഴിയുമ്പോൾ നല്ല കുറച്ചുകൂടെ തിക്കായിട്ട് വരും. ഇതിപ്പോൾ എല്ലാം ഓരോരോ കമ്പായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട്.
പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷനിലോട്ട് കിടക്കുകയാണ്. സിമ്പിളാണ്. ഇന്നിപ്പോഴും ദോശയൊന്നുമല്ല, നമുക്ക് ബുൾസയും ബ്രെഡുമാണ്. ഇവിടുത്തെ യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്നത് പുട്ട്, പഴം, ദോശ, ചമ്മന്തിക്കറി, ഇഡ്ഡലി, സാമ്പാർ, പിന്നെ അപ്പത്തിന് മിക്കവാറും മുട്ടയപ്പമായിരിക്കും. അപ്പം ഇങ്ങനത്തെ ഈസിയാണ്. വലിയ കറികളൊന്നും രാവിലെ അധികം ആരും കൂട്ടാറില്ല. കൂടിപ്പോയി 1-2 അപ്പം കഴിക്കും. കറി തലേന്നത്തൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാറുണ്ട്. പിന്നെ രാവിലെ ചില സമയത്ത് ഇങ്ങനെ കടലക്കറിയൊക്കെ വയ്ക്കാറുള്ളൂ. അങ്ങനെ അപ്പം മോന് രാവിലെ പോകുമ്പോൾ ഹെവി ആയിട്ടൊന്നും കഴിക്കത്തില്ലല്ലോ. പിന്നെ ഹസ്ബൻഡ് പെട്ടെന്നൊക്കെ ഓഫീസിൽ പോകുന്നതാകുമ്പം ഇടപിടിയൊക്കെ കഴിച്ചിട്ട് പോകുന്നതായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ബ്രെഡൊന്നും ഹെൽത്തി അല്ല, പക്ഷേ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ് ഈ ബ്രെഡ് ഐറ്റംസിൻ്റെ കൂടെ. അപ്പം മുട്ടയും ബ്രെഡും പിന്നെ ചായയും. അങ്ങനെ ഞാൻ ഹസ്ബൻഡിന് കഴിക്കാൻ കൊടുക്കുവാണ്. കഴിക്കാൻ കൊടുത്തിട്ട് ഇച്ചിരി വേസ്റ്റ് കളയാനുണ്ടായിരുന്നു തലേന്നത്തെ. അപ്പോൾ അതങ്ങ് കളഞ്ഞേക്കാമെന്ന് കരുതി. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ വീണ്ടും വേസ്റ്റ് കൂടും. അപ്പോൾ അതെല്ലാം ഇനിയിപ്പോൾ വേസ്റ്റ് എടുക്കാനും ആൾ വരും, ആ വണ്ടി വരും. അപ്പോൾ എന്തായാലും കുറച്ചുള്ളതങ്ങ് കളഞ്ഞേക്കാമെന്ന് കരുതി. എന്നിട്ട് വന്നിട്ട് ബാക്കി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ. അപ്പോൾ അതും കൂടെ കഴുകി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എനിക്കിപ്പോൾ ചായയല്ല കേട്ടോ വീക്ക്നെസ്. ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. കോഫി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കോഫി ഒട്ടും ഹെൽത്തി അല്ല എന്നും പറയുന്നു. ഞാൻ ഈ അടുത്താണ് ഇത്രയും അധികം കോഫി കുടിക്കുന്നത്. അപ്പോൾ അതിച്ചിരി ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം ഇടവിട്ടെങ്കിലും മസ്റ്റായിട്ട് ഞാൻ കോഫി കുടിക്കും. എനിക്കത് നല്ല മധുരത്തിലും നല്ല കടുപ്പത്തിലും വേണം. പിന്നെ ബാക്ക് സൈഡിൽ എൻ്റെ പൂച്ചക്കുട്ടന്മാരെയൊക്കെ കണ്ടിട്ട് എൻ്റെ ചെടികളൊക്കെ കിളുത്തോ നോക്കുകയാണ്. ഞാൻ നട്ടില്ല തൈ നട്ടതും ഉണ്ട്, പിന്നെ വിത്ത് നട്ട് ഞാൻ കാണിച്ചായിരുന്നല്ലോ ഷോർട്സിലൊക്കെ. അതിച്ചിരി മുളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് ഞാനിനി എന്നും പോയി നോക്കും കേട്ടോ, പൂവും കായും ഒക്കെ വരുന്നുണ്ടോയെന്ന്. പക്ഷേ ഇച്ചിരിയേ വളർന്നുള്ളൂ. അതിന് നല്ല സമയം എടുക്കും ഇച്ചിരി ഒരു മരം ആവാനായിട്ട്. ഒന്ന് വലുതാവാനായിട്ട്. അപ്പം ഇത്രയും ചട്ടിയിൽ നട്ടിട്ടുണ്ട്. അതിൽ വെണ്ടയ്ക്കയും തക്കാളിയും ഉണ്ടെന്ന് എനിക്കറിയാം. വേറെ എന്തൊക്കെയോ എന്താണെന്ന് പോലും ഇപ്പോൾ ഓർമ്മയില്ല. അതൊക്കെ നോക്കി വന്നിട്ട് ഞാൻ ബാക്കി ക്ലീനിങ്ങിലോട്ട് കിടക്കുവാണ്. മേശയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും. അത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണല്ലോ, അപ്പോൾ അതെന്തായാലും ക്ലീൻ ചെയ്യും രാവിലെ. പിന്നെ സോഫയിലൊന്നൊക്കെ പൊടി തട്ടി കുഷനൊക്കെ ഒന്ന് നേരെ വയ്ക്കും. അപ്പോൾ ആദ്യം മേശ ക്ലീൻ ചെയ്യുവാണ്. എന്നിട്ട് വീണ്ടും ബാക്കി ഇച്ചിരി പാത്രങ്ങളൊക്കെ അവിടെ കിടക്കുമല്ലോ, അതൊക്കെ ഒന്ന് നീറ്റാക്കി അങ്ങ് വയ്ക്കും. എന്നിട്ട് ഞാൻ സ്റ്റവും കൂടെ ഓടിച്ചിട്ടൊന്ന് തുടയ്ക്കും ടിഷ്യൂ പേപ്പർ വെച്ച്. അപ്പോൾ പിന്നെ എളുപ്പമാണ് പിന്നീട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ സോപ്പോ അങ്ങനെ ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് രാവിലെ ഇച്ചിരി ആ എണ്ണമയൊക്കെ ഒന്ന് ഓടിച്ചങ്ങ് തുടച്ചെടുക്കത്തേ ഉള്ളൂ. പിന്നെ സിങ്കും കൂടെ അങ്ങ് വൃത്തിയാക്കി ഇടും. പിന്നെ ഉച്ചയ്ക്ക് കയറുമ്പം നല്ല വൃത്തിയായിട്ടിരിക്കുമല്ലോ. പിന്നെ ഉച്ചയ്ക്കും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. തുടക്കുകയൊക്കെ ചെയ്യും. അപ്പോഴേ നമ്മുടെ അടുക്കളയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കത്തുള്ളൂ. ഉച്ചത്തെ കുക്കിങ്ങൊന്നും ഞാൻ ഇപ്പോൾ തുടങ്ങത്തില്ല. നല്ല ലേറ്റായിട്ടൊരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ. തലേന്നത്തെ എന്തെങ്കിലും കുറച്ച് കറികളൊക്കെ കാണും, അപ്പോൾ അതനുസരിച്ചൊക്കെ വെക്കത്തുള്ളൂ അടുത്ത ദിവസം. എല്ലാം കൂടി ഒരുപാട് കറികൾ അങ്ങനെ വെക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ റിലാക്സ് ചെയ്ത് ഇതുപോലെ നടക്കും. പിന്നെ എനിക്ക് ഇച്ചിരി എന്നുള്ളതുപോലെ തന്നെ കുറേ തുണി കഴുകാൻ കാണും. അതിലൊരു മുടക്കവും ഇല്ല, ഈ മടക്കുക നനയ്ക്കുക എന്നുള്ളത്. അതൊക്കെ അങ്ങ് വിരിച്ചിടുവാണ്. ഇങ്ങനെ നനച്ചില്ലെങ്കിൽ പിന്നെ ഒരു ലോഡ് തുണി കഴുകാനും കാണും. എല്ലാവരും തുണി അന്വേഷിച്ച് നടക്കും. അപ്പോൾ അതൊന്നും ഭേദം ഡെയിലി അങ്ങ് നനച്ചിടുക. അങ്ങനെ തുണി കഴുകലും ക്ലീനിങ്ങും നീറ്റാക്കലും എല്ലാം കഴിയുമ്പം തന്നെ രാവിലത്തെ കുറേ പണികൾ അങ്ങ് തീരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.